ആലപ്പുഴയിൽ പാടശേഖരത്ത് കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അവിവാഹിതയായ യുവതി രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയതോടെയാണ് നടുക്കുന്ന ക്രൂരത പുറത്തറിയുന്നത്. യുവതിയുടെ ആൺ സുഹൃത്ത് ഉൾപ്പെടെ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘുനാഥ്, ഈ കുഞ്ഞ് വലിയ വേദനയായി നിൽക്കുകയാണ്, നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം രഘു മുണ്ടക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവനവൻ്റെ കൂടെ കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങൾ ജീവനോടെയോ അല്ലാതെയോ ഒക്കെ കിട്ടുന്നതിൻ്റെ വേദന മനുഷ്യന്മാർ അനുഭവിക്കുന്നത് കണ്ടയിടത്താണ് ഒരു കുഞ്ഞ് അന്യായമായി കൊല ചെയ്യപ്പെടുന്നത്. അത് മരണം സംഭവിച്ചതാണോ ജനിച്ചപ്പോൾ തന്നെ, അതോ കൊലപാതകമാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് വ്യക്തമാകേണ്ടത്. അതെ മാധു, അതുകൊണ്ടാണ് പോലീസും പോസ്റ്റ്മോർട്ടത്തിൽ ഇത്രയേറെ നിർണായകമായൊരു പ്രാധാന്യം നൽകുന്നത്. ഈ കുഞ്ഞിനെ ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്നും ഗർഭിണിയായ വിവരം അറിയിരുന്നില്ല എന്നുമായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. ഗർഭിണിയാണെന്ന് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് മാസം അധികം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മറ്റ് കുഞ്ഞിനെ നിയമപരമായുള്ള രീതിയിൽ നശിപ്പിക്കാനുള്ള യാതൊരുവിധമായ കാര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇവർ ഈ ഫോറൻസിക് ഡിഗ്രിയൊക്കെ നേടിയ ആളായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒക്കെയുള്ള അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ഒരു മൊഴി നൽകുന്നതെന്നുള്ളൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ കൊലപാതകമാണോ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മരിച്ചു പോയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു കാര്യം പോലീസ് ഇതുവരെ പറയാത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം രാവിലെ 11 ആരംഭിച്ചിട്ടുണ്ട്. പൂച്ചാക്കൽ CA അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 2 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കേസിലെ 1-ാം പ്രതി പെൺകുട്ടിയാണ്, 2-ാം പ്രതി കാമുകനും. ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിലെ 3-ാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും.